അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ അന്ത്യവിശ്രമം നിഗം ബോധ്ഘട്ടിൽ ആണ് നടക്കുക. നാളെ രാവിലെ 11:45 ഇത് സംസ്കാര ചടങ്ങുകൾ നടക്കുകയെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നു. സ്മാരകം നിർമ്മിക്കാൻ പ്രത്യേക ഒരു സ്ഥലം അനുവദിക്കണമെന്ന കോൺഗ്രസിൻ്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത് കോൺഗ്രസ് ഇന്ന് പുറത്തുവിട്ടു. വിവരങ്ങളുമായി അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, എന്ത് കാരണത്താലാണ് ഈ സ്ഥലം അനുവദിക്കാതെ പോയത്? പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ സർവാദരണീയനായ ഒരാളിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഒരു സ്മാരക മന്ദിരം പണിയണം എന്ന് ആഗ്രഹിച്ചാൽ അത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ കുറ്റം പറയാൻ കഴിയുമോ? SK സൂചിപ്പിച്ചതുപോലെ തന്നെ അതിലൊരു കുറ്റം പറയാൻ കഴിയില്ല. കോൺഗ്രസിന്റെ ആവശ്യം അതായിരുന്നു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അന്ത്യവിശ്രമത്തിനായി ഒരു പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നൊരു ആവശ്യമായിരുന്നു കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വച്ചത്. അതിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തുകയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിലിപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം മൻമോഹൻ സിംഗിനായിട്ടുള്ള സംസ്കാരം അത് നിഗംബോധ് ഘട്ടിലായിരിക്കും നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട വിശദീകരിച്ചിരിക്കുന്നത്. 11:45 ഈ സംസ്കാര ചടങ്ങുകൾ നിഗംബോധ് ഘട്ടിൽ ആരംഭിക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. നാളെ 8:30 ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം AICC ആസ്ഥാനത്തേക്ക് എത്തിക്കും. അവിടെ പൊതുദർശനം പൂർത്തിയായി 9:30 നിഗംബോധ് ഘട്ടിലേക്ക് ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള യാത്ര പുറപ്പെടുക. ഇന്ന് ഈ മോത്തിലാൽ നെഹ്റു മാർഗിലെ അദ്ദേഹത്തിന്റെ 3-ാം നമ്പർ വസതിയിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും മുൻ ഉദ്യോഗസ്ഥരും അദ്ദേഹവുമായി സൗഹൃദത്തിലായിരുന്നവരുൾപ്പെടെ നിരവധി പേരാണ് അവസാനമായി അദ്ദേഹത്തെ കാണാനായി എത്തിയത്. അവരെല്ലാം അന്തിമോപചാരം അർപ്പിച്ച മടങ്ങുകയും ചെയ്തു. നിരവധി നേതാക്കൾ, എണ്ണിയാലൊടുങ്ങാത്തത്രയും നേതാക്കൾ അവിടേക്ക് എത്തിച്ചേരുകയുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, JP നദ്ദ എന്നിവർ രാവിലെ തന്നെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇവിടേക്ക് എത്തി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈകിട്ടോടുകൂടി എത്തി അന്തിമോപചാരം അർപ്പിച്ചു. അങ്ങനെ നിരവധി നേതാക്കളാണ് അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാനായി അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയത്. എന്തായാലും നിലവിൽ കോൺഗ്രസിന്റെ ആവശ്യമെന്നുള്ളത് ഒരു പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നായിരുന്നു. നേരത്തെ രാജ്ഘട്ടിന് സമീപം ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ അത് നിഗംബോധ് ഘട്ടിലായിരിക്കും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുക എന്ന ഒരു വിവരമാണ് SKN ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. നിഗംബോധ് ഘട്ടിലായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ രാവിലെ 11:45 നടക്കുക.